ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട്ട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25 പവൻ മോഷ്ടിച്ച പ്രതി പിടിയിൽ. മിൽമയിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ ക്ഷീരകർഷകരുടെ മക്കളെ നിയമിക്കുന്നത് സർക്കാർ പരിഗണനയിലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സാങ്കേതിക ലോകത്തെ മാറ്റങ്ങൾ മുന്നിൽ കണ്ട് പ്രീ പ്രൈമറി തലം മുതൽ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. GST നിരക്കിലെ മാറ്റവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും പേപ്പറിലുള്ള അച്ചടിയുടെ ആവശ്യകതയിൽ ഇടിവ് വരുത്തിയെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പറമ്പിൽ ബസാറിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25 പവൻ മോഷ്ടിച്ച പ്രതി പിടിയിലായി. കക്കോടി സ്വദേശിയായ അഖിലാണ് ചേവായൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കക്കോടിയിൽ മറ്റൊരു മോഷണ ശ്രമം നാട്ടുകാർ അറിഞ്ഞതോടെ സ്വന്തം സ്കൂട്ടർ ഉപേക്ഷിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ മോഷ്ടിച്ച വാഹനവുമായി പാറക്കുളം എന്ന സ്ഥലത്ത് വെച്ച് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ 14 മോഷണങ്ങൾ നടത്തിയതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത മൂലമാണ് മോഷണമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇതിൽ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായ ഭാഗങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവന്റെ കുറ്റസമ്മത മൊഴിയിൽ കുറെ 14ഓളം കേസുകൾ ഇവൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അത് വലിയ മോഷണങ്ങളുണ്ട്, ചെറിയ മോഷണമുണ്ട്, അറ്റംപ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ എടുത്തുകൊണ്ട കേസുകളുണ്ട്. ആ ഒരു നല്ലൊരു റിക്കവറി നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതിയെ കൊണ്ട് റിക്കവറിക്ക് വേണ്ടി പോയിട്ടുണ്ട്. ആ റിക്കവറി കൂടി കഴിഞ്ഞ ശേഷം കൂടുതൽ വിശദമായിട്ട് പറയാം. ഏതായാലും നമ്മുടെ ഒരു ഭീതിയിലായിരുന്ന ഒരു കുറേ ദിവസങ്ങളായിട്ട് പോലീസിനെ വർക്കും കടത്തിയിരുന്ന ഒരു കള്ളനെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് ചരിതാർത്ഥം ഞങ്ങൾക്കുണ്ട്. അതിന് നാട്ടുകാരുടെ കൂടി സഹകരണം ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ പറയാനുള്ള ഒന്നുകൂടി, വീട് കൂട്ടി പോകുമ്പോൾ 10, 40, 25 പവനൊക്കെ വീട്ടിൽ വെച്ച് പോകുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പിടിക്കാം, പോലീസ് കേസിൽ പിടിക്കും. ഈ പിടിക്കുമ്പോൾ പലപ്പോഴും എത്രത്തോളം കിട്ടുമെന്ന കാര്യം ഉറപ്പില്ല, അവർ ചിലവാക്കി പോകും. ആ റിക്കവറി കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാകുന്നതിനേക്കാളേറെ വീടുകളിൽ അടച്ചുവിട്ട് പോകുന്ന സമയത്ത് പോലീസ് ആപ്പിൽ അറിയിക്കാനുള്ള സംവിധാനം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിൽമയിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ ക്ഷീരകർഷകരുടെ മക്കളെ നിയമിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നതായി മന്ത്രി ജെ ചിഞ്ചുറാണി. മേപ്പയ്യൂരിൽ ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മിൽമയിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ ക്ഷീരകർഷകരുടെ മക്കളെ നിയമിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നതായി മന്ത്രി ജെ ചിഞ്ചുറാണി. മേപ്പയ്യൂരിൽ ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 64,006 അതിദരിദ്രരിൽ 44,000 പേരെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ക്ഷീരവികസന പദ്ധതിയിലൂടെ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. കിടാരികളെ വളർത്തി അതിദരിദ്രർക്ക് നൽകി അവരെ സഹായിക്കാനുള്ള പദ്ധതി സർക്കാർ നടപ്പാക്കുന്നുണ്ട്. കിടാരി ഇൻഷുറൻസ് പദ്ധതിയും വെറ്ററിനറി ആംബുലൻസ് പദ്ധതിയും ഫലപ്രദമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി വരുമ്പോൾ ക്ഷീര കർഷകരുടെ മക്കളെ കൂടി പരിഗണിക്കുവാനുള്ള പുതിയ ഗവൺമെന്റ് ഓർഡറും ഇപ്പോൾ ആയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലകളിലും അതിന് കീഴിലുള്ള സ്ഥാപനങ്ങളും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ജില്ലയിലെ മികച്ച കർഷകരെ അവർ ആദരിച്ചു. മേപ്പയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരിച്ചു. VP ഉണ്ണികൃഷ്ണൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ R രശ്മി, PT ഗിരീഷ് കുമാർ, PM പ്രബില, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ്, ജോർജ് കുട്ടി ജേക്കബ്, അജയ് ആവള, E അശോകൻ,
നിഷാദ് പൊന്നങ്കണ്ടി, PKM ബാലകൃഷ്ണൻ, മധു പുഴയരികത്ത്, ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാങ്കേതിക മാറ്റങ്ങൾ മുന്നിൽ കണ്ട് പ്രീ പ്രൈമറി തലം മുതൽ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രീ പ്രൈമറി വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രീ പ്രൈമറി വർണ്ണകൂടാരം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. SSK കോഴിക്കോടിന്റെ 11 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രൈമറി വിഭാഗത്തിൽ വർണ്ണകൂടാരം ഒരുങ്ങിയത്. പൊതുവിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി വിഭാഗത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വർണ്ണകൂടാരം പദ്ധതി നടപ്പാക്കുന്നത്. ബേപ്പൂർ LP സ്കൂളിലെ LKG UKG ക്ലാസുകളിലെ കുട്ടികൾക്ക് 13 ഇടങ്ങളിൽ വിവിധ സ്റ്റേജുകളിലായി പാർക്കുകളും ചുമർ ചിത്രങ്ങളും കാർട്ടൂണുകളും വർണ്ണകൂടാരത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സാങ്കേതിക ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ മുന്നിൽ കണ്ട് അതിനനുയോജ്യമായ രീതിയിൽ പ്രീ പ്രൈമറി തലം മുതൽ സ്കൂളിൽ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്രം, ഗണിതം, ഭാഷ, കരകൗശലം, IT, കലാകായിക ക്ഷമത തുടങ്ങി 13 ശേഷികൾ വികസിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി ഊന്നൽ നൽകുന്നത്. ഇതിനായി കൂടാരത്തിന് കീഴിൽ 13 ഇടങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ അത് നോക്കിയാൽ അത് മനസ്സിലാകും. ഇന്നത്തെ കുട്ടികൾ വളരെ വേഗത്തിലാണ് വളരുന്നത്. ഈ കുട്ടികൾ നമ്മുടെ പ്രായമായാൽ അന്നത്തെ ലോകം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾ വളരെ വേഗത്തിലാണ് വളരുന്നത്. കാര്യങ്ങളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കും. ലോകം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കും. ചടങ്ങിൽ കൗൺസിലർമാരായ ഗിരിജ ടീച്ചർ, T രജനി, SSK കോഴിക്കോട് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, സ്കൂൾ ഹെഡ്മാസ്റ്റർ V മനോജ് കുമാർ, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പ്രവീൺ കുമാർ, URC സൗത്ത് ട്രെയിനർ സുവർണ, SMC ചെയർമാൻ ഫിനോഷ്, PTA പ്രസിഡന്റ് KT സ്മിജിത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. GST നിരക്കിലെ മാറ്റവും പേപ്പർലെസ് പോളിസികളും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും പേപ്പറിലുള്ള അച്ചടിയുടെ ആവശ്യകതയിൽ ഇടിവ് വരുത്തിയിട്ടുണ്ടെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ട് മുഹമ്മദ് റിയാസ് ആണ്. റൂബി ജൂബിലി നിറവിലാണ് ഈ സമ്മേളനം നടക്കുന്ന പ്രത്യേകത. ഈ സമ്മേളനത്തിനു ഒപ്പം തന്നെ 3 ദിവസം പ്രോഗ്രാമാണ് നടക്കുന്നത്. 1-ാം ദിവസം ഔപചാരികമായിട്ട് അതിന്റെ എക്സിബിഷൻ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് 15-30 മീഡിയ സെമിനാറാണ്. ഞങ്ങൾ ഒരു പത്രവും അച്ചടിയും തമ്മിൽ നല്ല ബന്ധമുള്ളതുകൊണ്ട്, ഒരു ഇഴയടപ്പുള്ള ഒരു ഫീൽഡായതുകൊണ്ട് ഒരു മീഡിയ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടകനായിട്ട് അഡ്വക്കേറ്റ് PS ഗീർബന്റാണ് ഉദ്ഘാടകൻ. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 3, 4, 5 തീയതികളിൽ കല്ലായി ഓക്ക് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. കേരള പ്രിന്റ് ആൻഡ് പാക്ക് 2025 എന്ന പേരിലുള്ള എക്സിബിഷനും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളന പരിപാടികളിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, MK രാഘവൻ MP, MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ എന്നിവരും പ്രമുഖ മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കും. മീഡിയ സെമിനാർ, ചർച്ചകൾ, ക്ലാസുകൾ, കുടുംബസംഗമം, പൊതുയോഗം, സംസ്ഥാന കൗൺസിൽ യോഗം, തെരഞ്ഞെടുപ്പ്, കലാപരിപാടികൾ എന്നിവയും കാര്യപരിപാടികളിൽ ഉൾപ്പെടും. അന്ന് തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പും പുതിയ 2 വർഷത്തേക്കുള്ള 25-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹിയുടെ തെരഞ്ഞെടുപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PM ഹസൈന, TT ഉമ്മർ, MS വികാസ്, S ഉമേദ് കുമാർ, K രമേശ്, ഉണ്ണികൃഷ്ണൻ PA എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറോക്ക് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ലോഗോ പുറത്തിറക്കി. ഒക്ടോബർ 13-നും 14-നുമാണ് സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത്. ഒക്ടോബർ 13, 14 തീയതികളിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഫറൂഖ് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയുടെ ലോഗോ മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു. ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനമാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. സ്വാഗത സംഘം ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ M. ഗിരിജ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മുരളി ബേപ്പൂർ, കൗൺസിലർ T. രജനി, സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു സർവോത്തമൻ, പ്രോഗ്രാം കൺവീനർ നിതിൻ K. KS ഹരീഷ്, AV അനൂപ്, VP മുനീർ, VP രജിത, കലേഷ് K. ദാസ്, മനോജ് കുമാർ V തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. മുരളി ബേപ്പൂർ. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട് നഗരത്തിൽ പുതിയ LED തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. പുതിയ 5000 LED തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും CCMS പ്രഖ്യാപനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പാക്കിയതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പുതിയ 5000 LED തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും നവീകരിച്ച സെൻട്രൽ കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇതിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് കോർപ്പറേഷനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചു. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണൻ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PC രാജൻ, S. ജയശ്രീ, സെക്രട്ടറി KU ബിനി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സന്തോഷ്, കിയോണിക്സ് ടെക്നിക്കൽ ഡയറക്ടർ നിശ്ചിത് വിക്ടർ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. നഗരത്തിലെ പ്രധാന റോഡുകളിൽ 2000, കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലുമായി 3000 എന്നിങ്ങനെയാണ് ബൾബുകൾ സ്ഥാപിക്കുന്നത്. തെരുവ് വിളക്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനമാണ് സെൻട്രൽ കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം. കർണാടക സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കിയോണിക്സുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CSCO ആർദ്രം പദ്ധതിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനത്തിന്റെ കയ്യൊപ്പാണ് CSCO എന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലെ 70 കുടുംബങ്ങൾക്ക് കുഴൽക്കിണറും ശൗചാലയവും സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നതാണ് CSCO ആർദ്രം പദ്ധതി. ചെറുട്ടി റോഡ് MSS ഹാളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനത്തിന്റെ കയ്യൊപ്പാണ് CSCO എന്ന് അദ്ദേഹം പറഞ്ഞു. 70 വർഷം മുൻപ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് രാഷ്ട്രീയ മുദ്രാവാക്യത്തിനപ്പുറം സേവനം മുദ്രാവാക്യം ഉയർത്തിയ പ്രസ്ഥാനമാണ് CSCO എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ തരത്തിലുള്ള ശാക്തീകരണം എന്ന് പറയുന്നത് അതത് മേഖലയിലേക്കുള്ള ശാക്തീകരണമാണ്. എങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്, ആ മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആണ് CSCO നടത്തുന്നത് എന്നുള്ളത്. കാരണം ഒറ്റൊരു പ്രവർത്തനം മാത്രമല്ല. ഇന്നിപ്പോ ആർദ്രം പദ്ധതിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശൗചാലയങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു സംവിധാനമാണ് ശൗചാലയം എന്നുള്ളത്. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതി. അപ്പൊ ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ട്
ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തുറന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ ഒരു ബേസിക് നീഡ്സ് എന്ന് പറയുന്ന സംഗതിക്ക് നിങ്ങൾ ഉത്തരം നൽകുകയാണ്. ഇങ്ങനത്തെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന CSCOയെ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ചടങ്ങിൽ CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. കൗൺസിലർമാരായ K മൊയ്തീൻ കോയ, SK അബൂബക്കർ, MSS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P മുഹമ്മദ് കോയ, CSCO ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, CA ഉമ്മർ കോയ, പ്രവാസി വ്യവസായി ആദം ഓജി, ശ്യാം സുന്ദർ ഏറാടി, K നൌഷാദ് അലി, PP അബ്ദുള്ള കോയ, CPM സയ്യിദ് അഹമ്മദ്, PV മുഹമ്മദ് യൂനുസ്, PKV അബ്ദുൽ അസീസ്, ആദം കാദ്രിയകത്ത് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടയേർഡ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്. വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ. ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മൂടാടി ആശ്രമത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഡോക്ടർ പീയൂഷ് നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേക പൂജകളും കലാപരിപാടികളും നടന്നു. മഹാചണ്ഡിക ഹോമവും നവരാത്രിയുടെ ഭാഗമായി നടക്കും. ആർട്ട് ഓഫ് ലിവിംഗ് മൂടാടി ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രി മഹോത്സവ പരിപാടികൾ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അപെക്സ് ബോഡി അംഗം P സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്രഹ്മചാരി ചിദാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കലാമേനോൻ, ദേവദാസ്, ഷിജിത്ത്, PS അനീഷ്, KP രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രഹ്മചാര്യ ചിത് പ്രകാശജിയാണ് നവരാത്രി പൂജയുടെ യജ്ഞാചാര്യൻ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വാഴ്ച നടക്കുന്ന മഹാചണ്ഡിക ഹോമത്തോടെ നവരാത്രി പൂജകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. തിരുവച്ചിറ NSS കരയോഗം കുടുംബസംഗമം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോഴിക്കോട് താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് V സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവച്ചിറ NSS കരയോഗം കുടുംബസംഗമം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോഴിക്കോട് താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് V സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് പ്രമീള മോഹൻ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ രമ്യ സന്തോഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി വിനോദ് കുമാർ, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് K സരസ്വതി, സെക്രട്ടറി ബീന ഗണേഷ് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികൾ അരങ്ങേറി. മുതിർന്ന പൗരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു.
കരയോഗം സെക്രട്ടറി വി രാധാകൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ഉഷ പി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നന്മ സർഗവനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾ കവിതകളും ഗാനങ്ങളും അവതരിപ്പിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ സർഗവനിത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ലതാ മങ്കേഷ്കർ ജന്മദിനത്തിൽ സർഗവനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സർഗവനിത കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷെർലി പ്രമോദ് അധ്യക്ഷയായ ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നന്മയിലെ കലാകാരികൾക്ക് ഒന്നിച്ചെന്ന് കൂടിയിരിക്കാം. നാളെ ഒരു പക്ഷേ ഇത് സ്വന്തമായിട്ട് നിന്നേക്കാം. അത് വളരെ വിദൂരമായിട്ടുള്ള കാര്യമാണ്. കലാകാരികൾക്കൊന്ന് കൂടെ ഇരിക്കാൻ, കലാകാരികളുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് ഏറ്റെടുക്കാൻ, കലാകാരികൾ മാത്രമല്ല കലാകാരികൾ രാജ്യത്തെ സ്ത്രീകളുടെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ സംസ്ഥാന ട്രഷറർ അജിത നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. നന്മയുടെ സംസ്ഥാന ഭാരവാഹികളായ ടി കെ വേണു, ഹരീന്ദ്രനാഥ് ഈയാട്, ജോസ് കൂരാച്ചുണ്ട്, മുരളീധരൻ പറയഞ്ചേരി എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 25 വനിതകളെ രേഖപ്പെടുത്തുന്ന വിജയൻ മടപ്പള്ളി രചിച്ച സൂര്യൻ തേജസ്വിനികൾ എന്ന പുസ്തകത്തിന്റെ കവർ ചടങ്ങിൽ നന്മ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ സാമുവൽ ജാനമ്മ കുഞ്ഞുണ്ണിക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. നന്മ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മഠത്തിൽ രാജീവൻ പുസ്തകത്തിന്റെ ആമുഖം അവതരിപ്പിച്ചു. സർഗ വനിതാ ജില്ലാ സെക്രട്ടറി സുശീല ഗോവിന്ദൻകുട്ടി, ജയകാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട്ട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25 പവൻ മോഷ്ടിച്ച പ്രതി പിടിയിൽ. മിൽമയിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ ക്ഷീരകർഷകരുടെ മക്കളെ നിയമിക്കുന്നത് സർക്കാർ പരിഗണനയിലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സാങ്കേതിക ലോകത്തെ മാറ്റങ്ങൾ മുന്നിൽ കണ്ട് പ്രീ പ്രൈമറി തലം മുതൽ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. GST നിരക്കിലെ മാറ്റവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും പേപ്പറിലുള്ള അച്ചടിയുടെ ആവശ്യകതയിൽ ഇടിവ് വരുത്തിയെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.